ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ പാത്രം കാണുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഓർക്കാനും വരുന്നുണ്ടായിരിക്കാം. ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നെങ്കിൽ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനൂടെ ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിടുന്ന ഇതുപോലുള്ള സൂപ്പറായിട്ടുള്ള വീഡിയോസ് എല്ലാം പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഉടനെ കണ്ടിട്ട് നല്ല നല്ല ടിപ്സൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം കാര്യത്തിലോട്ട് വരാം. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കണ്ടോ, നമ്മുടെ അടുക്കളയിലുള്ള എല്ലാ വേസ്റ്റുകളും ഉണ്ട്. നാരങ്ങ, മുട്ടത്തൊണ്ട്, പഴുത്തൊലി, പഴം ചീഞ്ഞത്, മല്ലിച്ചപ്പിൻ്റെ മൂട്, സവാളേൻ്റെ തൊണ്ട്, വെളുത്തുള്ളിൻ്റെ തൊണ്ട്, മത്തൻ തൊണ്ട് എല്ലാം ഉണ്ട് കേട്ടോ. വാട്ടർമെലൺ ഉണ്ട്. എല്ലാ സാധനത്തിൻ്റെ തൊണ്ടുകളും ഇതിനകത്തുണ്ട്. മത്തനും കുമ്പളവും ഇനിയിപ്പോൾ എന്തായിക്കോട്ടെ, അടുക്കളയിൽ നിന്ന് വേസ്റ്റായിട്ട് വലിച്ച് നമ്മൾ പുറത്തേക്ക് എറിയുന്ന ചോറായിക്കോട്ടെ, കഞ്ഞുള്ളം ആയിക്കോട്ടെ, തേയിലച്ചണ്ടി ആയിക്കോട്ടെ, എന്താണെങ്കിലും ഇതുപോലൊരു പന്ന ബക്കറ്റ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ബക്കറ്റ് എടുക്കുക, അതിലേക്ക് എല്ലാ വെജിറ്റബിൾസും ഇതിൻ്റെ വേസ്റ്റും ഇങ്ങനെ ഇട്ട് വയ്ക്കുക. പിന്നെ അളിഞ്ഞ തക്കാളി, വഴുതന എന്തുവാണല്ലോ ആയിക്കോട്ടെ. ഇനിയിപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തു നിന്ന് പറിച്ച് പുറത്തേക്ക് കളയുന്ന കുറച്ച് പച്ച പോച്ച ഉണ്ടാവുമല്ലോ, അതിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മീൻ വെട്ടുന്ന മീനിൻ്റെ തലയും വാലും മുള്ളും കുടലും വെള്ളവും കൂടി ഒഴിച്ച് ഇത്തിരി ശർക്കര ഇട്ട് വെച്ചാൽ 15 ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത് എല്ലാ ചെടികൾക്കും പച്ചക്കറികൾക്കും സ്പ്രേ ചെയ്ത് കൊടുത്തേക്കുകയോ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്താൽ ഏത് പൂക്കാത്ത ചെടിയും പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അതുപോലെ തന്നെ എല്ലാ പച്ചക്കറിയിലും നല്ല വിളവും കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കൊടുക്കേണ്ട വെള്ളമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പച്ചവെള്ളം ഒഴിക്കുന്നതിന് പകരം നമുക്ക് നല്ല കഞ്ഞെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അടുക്കളയിൽ കുടിക്കില്ലല്ലോ, മിക്കുള്ളവരും കുടിക്കാതെ പുറത്തേക്ക് വലിച്ചെറിയും. അപ്പോൾ ആ കഞ്ഞെള്ളവും കൂടെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ കപ്പലിൻ്റെ പിണ്ണാക്കും ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതെല്ലാം നമുക്ക് നല്ല പച്ചക്കറിയൊക്കെ കഴിക്കണമെങ്കിൽ പച്ചക്കറികളുടെ ചെടികൾക്ക് ഇലകൾക്കൊന്നും ഡാമേജ് ഒന്നും വരാതെ, അതായത് ഒരു കീടങ്ങളും ആക്രമിക്കാതെ നല്ല ആരോഗ്യത്തോടെ കിളിച്ച് നല്ല ഫ്രൂട്ട്സും കായ്കളും ചെടികളിലെ പൂക്കളും ഒക്കെ കാണണമെങ്കിൽ ഇതുപോലുള്ള ജൈവ രീതിയിലുള്ള വളങ്ങൾ കൊടുക്കണമെങ്കിൽ, ഇതുപോലുള്ള ടിപ്പൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇത് പച്ചക്കറിക്കും ചെടിക്കും ഒക്കെ കൊടുക്കാവുന്നതാണ്. ഓർക്കിഡിനൊക്കെ പൂക്കാൻ വേണ്ടിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു 1/2 ലിറ്റർ വെള്ളത്തിൽ 1/2 ലിറ്റർ എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ടാണ് സ്പ്രേ ചെയ്യേണ്ടതുള്ളത് ചെടികൾക്ക്. അല്ലെങ്കിൽ പച്ചക്കറികളുടെ മൂട്ടിൽ ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നല്ലൊരു വളമാണ്, നല്ല വീര്യം കൂടിയ വളമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.